ബാഡ് ബ്രീത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ കോസ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു റീസൺ വരിക പുവർ ആയിട്ടുള്ള ഓറൽ ഹൈജീൻ, അപ്പോൾ വായയുടെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യൽ. രണ്ടാമത്തത് വരിക നമ്മൾ സ്റ്റാർവേഷൻ അഥവാ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാത്തൊരവസ്ഥ വരുമ്പോൾ. പിന്നെ അസിഡിറ്റി ഫോം ചെയ്യുമ്പോൾ ബാഡ് ബ്രീത്തിങ് വരാം. പിന്നെ നമുക്ക് സൈനസൈറ്റിസ് അങ്ങനത്തെ മെഡിക്കൽ ഇഷ്യൂസ്, മെഡിക്കലി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിലും ബാഡ് ബ്രീത്ത് വരാം. അത് ഗട്ട് ഇഷ്യൂസ്, വയറ് സംബന്ധമായ ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് സൈനസൈറ്റിസ്, ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഫസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഡെൻ്റലായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിൽ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ മെയിൻ്റനൻസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുക. രാവിലെയും രാത്രിയും ബ്രഷിങ് കമ്പൽസറിയാണ്. അത് ഒരു 3 to 5 minutes നമ്മൾ ബ്രഷിങ്, മിക്കവാറും ആളുകൾ നൈറ്റ് ബ്രഷിംഗ് ആണ് മറക്കാറ്. അത് നിർബന്ധമായും ചെയ്യേണ്ട വസ്തുതയാണ്. കാരണം ഡേ ടൈം നമ്മൾ കഴിക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ്, നോൺ വെജ് ഫുഡ്, ഇങ്ങനത്തെയൊക്കെ പല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടാവും. അത് പ്രോപ്പറായിട്ട് നൈറ്റിൽ ബ്രഷിങ് കമ്പൽസറി ആയിട്ടും ചെയ്യേണ്ടതാണ്. പിന്നെ 6 months to 1 year കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ബ്രഷിംഗ് ടെക്നിക്ക്, ഫ്ലോസ്, ഇതൊക്കെ. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷനും ഒരു വലിയ കാര്യമാണ്. വെള്ളം കുടിക്കുന്നതും ബാഡ് ബ്രെത്ത് ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കും.